അരുൺ കൂടി തുടരുന്നുണ്ട്. അരുൺ, ഈ ദിവസം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രാഷ്ട്രീയമായി കൂടി വലിയ വലിയ കോളിളക്കങ്ങൾക്ക്, ഒരുപക്ഷെ ആ കടലിലെ തിരയിളക്കത്തെക്കാൾ വലിയ കോലാഹലങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇന്ന് രാവിലെയും അത് അവസാനിക്കുന്നില്ല. ഇന്ന് രാവിലെയും അവിടുത്തെ ആ പ്രദേശത്തെ MLA ആയ വിൻസെന്റ് പോയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിലേക്കാണ്. അവിടെ പോയി കല്ലറയിൽ പ്രാർത്ഥിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന പേര്, പിണറായി വിജയൻ എന്ന പേര്, അങ്ങനെ പല പല പേരുകൾ ഈ കാലയളവിൽ ഒരുപാട് തവണ പറഞ്ഞു കേട്ടു. ഇതിന്റെ പിന്നിലുണ്ടായ ഒരു രാഷ്ട്രീയമായ, അരുൺ അത് പറഞ്ഞുപോയി, രാഷ്ട്രീയമായി എത്രത്തോളം വലിയ കോളിളക്കങ്ങളൊക്കെ വിഴിഞ്ഞ് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. എങ്കിൽ പോലും ഇന്നത് യാഥാർത്ഥ്യമാവുമ്പോൾ ഈ രണ്ട് സർക്കാരുകൾക്കും ഒരുപോലെ അവകാശം പറയാം. എങ്കിൽ പോലും അതിന്റെ ഒരു രാഷ്ട്രീയ യാത്ര എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും പിണറായി വിജയൻ ഇതിലെ വലിയ പേര് തന്നെയാണ്, ഉമ്മൻചാണ്ടി വലിയ പേര് തന്നെയാണ്. ഇനിയും പേരുകളുണ്ട്. ഈ തുറമുഖ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളം മറക്കാൻ പാടില്ലാത്ത പേരുകാരുണ്ട്. അത് 91-ലെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ്. അന്ന് കെ കരുണാകരനത്തോളം ഇത് അനുകൂലമായിരുന്ന കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് MV രാഘവൻ എന്ന മന്ത്രി, MV രാഘവൻ വളരെ താല്പര്യമെടുത്താണ് 95-ൽ തന്നെ ഇതിന്റെ ഒരു സർവേ നടപടികളിലേക്ക് വീണ്ടും പോകുന്നത്. CP രാമസ്വാമിയുടെ കാലത്തെ സർവേയൊക്കെ ജനാധിപത്യത്തിന് മുന്നുള്ള കാലമാണ്, രാജഭരണകാലത്തെ കാര്യമാണ്. പക്ഷേ 95-ൽ MV രാഘവന്റെ നേതൃത്വത്തിൽ ഒരു സർവേ ആരംഭിക്കുന്നു. MV രാഘവന്റെ നേതൃത്വത്തിൽ തുറമുഖ ഉദ്യോഗസ്ഥർ, മുൻ വിസിൽ ചെയർമാൻ കൂടിയായ ജയകുമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘം, ബാബു ജേക്കബിനെ പോലുള്ള IAS ഉദ്യോഗസ്ഥരുടെ സംഘം പല തുറമുഖങ്ങൾ, പല രാജ്യങ്ങൾ സന്ദർശിച്ച് ലോകത്തെ തുറമുഖങ്ങൾ എങ്ങനെയാണ് നേരത്തെ തന്നെ വലിയ ഫ്ലറിഷ് ആയിട്ടുള്ള വലിയ പ്രവർത്തനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയുള്ള ലോകത്തെ പല രാജ്യങ്ങളിലെയും തുറമുഖങ്ങൾ സന്ദർശിച്ച് എങ്ങനെയാണ് ഇത്തരം തുറമുഖങ്ങൾ പ്രവർത്തിക്കുന്നത്, എന്താണ് അതിന്റെയൊക്കെ പ്രത്യേകത, എന്താണ് കേരളത്തിൽ വിഴിഞ്ഞം തീരത്തിൽ തുറമുഖം വന്നാൽ എന്തൊക്കെ വേണമെന്ന കാര്യത്തിൽ കൃത്യമായ പഠനങ്ങൾ, സന്ദർശനങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ MV രാഘവൻ ആ കാലത്ത് വലിയ രീതിയിൽ ഇതിൽ ഇടപെട്ടയാളാണ്. 96-ൽ ഭരണം മാറുന്നു. 96-ൽ EK നായനാർ സർക്കാർ വരുന്നു. നായനാർ സർക്കാരിന്റെ കാലത്തും വലിയ ചർച്ചകൾ നടന്നു. പക്ഷേ അവിടെയും പദ്ധതി മുന്നോട്ട് പോയില്ല. പലതരത്തിലുള്ള ചർച്ചകൾ ആ സർക്കാരിന്റെ കാലത്തും നടന്നിരുന്നു. 2001-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായി എത്തുന്നു. MV രാഘവൻ തുറമുഖ മന്ത്രിയാകുന്നു. അവിടെ വീണ്ടും ഈ വിഴിഞ്ഞം തുറമുഖം കൂടുതൽ സജീവതകളിലേക്ക് മാറുകയാണ്. വലിയ ചർച്ചകൾ നടന്നു. 2005 ആകുമ്പോൾ 2004-ൽ തന്നെ ആന്റണി മാറി, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. വീണ്ടും ചർച്ചകൾ നടക്കുന്നു. വീണ്ടും പുതിയ കരാറുകൾ വരുന്നു. ചൈനീസ് കൺസോർഷ്യത്തിന് ഈ കരാർ നൽകുന്നു. അവിടെ ഒരു തടസ്സത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണ് ആ കരാർ എത്തിയതെങ്കിൽ പോലും ചൈനീസ് കമ്പനിക്ക് സ്വാഭാവികമായും ചൈനീസ് കമ്പനി വരുമ്പോഴുള്ള സുരക്ഷാ ആശങ്കകളുണ്ട്. സുരക്ഷാ ചർച്ചകൾ ഉയർന്നു വന്നു. ചൈനീസ് കമ്പനി വന്നാൽ എന്താണ് ചൈനീസ് കമ്പനിക്ക് വിഴിഞ്ഞത്ത് കാര്യം? കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്ത് വിഴിഞ്ഞം പോലൊരു മർമ്മപ്രധാനമായ തീരമേഖലയിൽ എന്താണ് ചൈനീസ് കമ്പനിക്ക് താല്പര്യം? അത് ബിസിനസ് താല്പര്യം മാത്രമാണോ? സാമ്പത്തിക താല്പര്യം മാത്രമാണോ? അതിനപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ, പ്രത്യേകിച്ച് ചൈന എന്ന് പറയുമ്പോൾ ആ രീതിയിൽ രാജ്യത്തിന്റെ ശത്രുരാഷ്ട്രം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പലപ്പോഴും ഇന്ത്യയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. വലിയ ശക്തിയാണ് അവർ. അത്തരമൊരു രാജ്യം അവരുടെ ഒരു ഇത്രയധികം തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ അവർ തുറമുഖം തുടങ്ങുമ്പോൾ അത് രാജ്യസുരക്ഷയെ ബാധിക്കുമോ? സ്വാഭാവിക സംശയങ്ങളാണ്. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ സാഹചര്യം, ആ സംശയങ്ങൾ വലിയ ആശങ്കകളായി മാറി. കേന്ദ്ര സർക്കാർ സുരക്ഷാ അനുമതി വിഴിഞ്ഞം തുറമുഖത്തിന് പൂർണ്ണമായി നിഷേധിക്കുന്നതിന് പകരം അത് തടഞ്ഞുവച്ചു. ഒരു തീരുമാനമുണ്ടാകാതെ തടഞ്ഞുവച്ചു. അവിടെ വീണ്ടും പ്രശ്നങ്ങളുടെ കാലമായിരുന്നു, ആശങ്കകളുടെ കാലമായിരുന്നു. 2006-ൽ വീണ്ടും പതിവ് പോലെ 5 വർഷമെന്ന ഭരണമാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി കേരളത്തിൽ എത്തുന്നു. VS സർക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി വിഴിഞ്ഞം പതിവ് മുന്നോട്ട് പോകാൻ നിലപാടെടുത്തു. VS സർക്കാരിന്റെ കാലത്ത് ആദ്യം വിളിച്ച ഒരു സർവകക്ഷി യോഗം, നമുക്കറിയാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നാട് ഒന്നിച്ചു നിൽക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ സർവകക്ഷി യോഗങ്ങൾ ചേരാറുണ്ട്. VS സർക്കാരിന്റെ കാലത്ത് അന്ന് ആദ്യ സർവകക്ഷി യോഗം ചേർന്നത് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയാണ്. അത്രത്തോളം താല്പര്യം ആ സർക്കാരും കാട്ടിയെന്ന് സൂചിപ്പിക്കാനാണ് ആ കാര്യം ഇപ്പോൾ പരാമർശിക്കുന്നത്. സർവകക്ഷി യോഗം ചേർന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ചൈനീസ് കൺസോർഷ്യത്തിന്റെ സുരക്ഷാനുമതി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിക്ക് പറക്കുന്നു. പലതവണ ഡൽഹിയിൽ പ്രധാനമന്ത്രിയെ കാണുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് TK നായർ മലയാളിയാണ്. അദ്ദേഹത്തെ കാണുന്നു. പലതരത്തിൽ ഇടപെടലുകൾ നടത്തുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ സുരക്ഷാ അനുമതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നില്ല. ഒടുവിൽ സർക്കാർ മറ്റൊരു നിലപാടെടുത്തു. ഒന്നുകിൽ അനുമതി നൽകണം, അല്ലെങ്കിൽ നിഷേധിക്കണം. കാരണം
ആ ടെൻഡർ ഓൾറെഡി ആ സമയത്ത് ഈ ചൈനീസ് കമ്പനി കൺസോർഷ്യത്തിന് ലഭിച്ചു കഴിഞ്ഞു. ആ കരാർ റദ്ദാക്കാതെ മുന്നോട്ട് പോകാനാകില്ല. അങ്ങനെ നിർണായക തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൽ ഉണ്ടാകുന്നു. പ്രതിരോധ മന്ത്രി അന്ന് AK ആന്റണി കൂടിയാണെന്ന കാര്യം കൂടി നമ്മൾ സ്മരിച്ചു പോകേണ്ടതാണ്. സുരക്ഷാ അനുമതി നൽകാനാകില്ല. ചൈനീസ് കമ്പനിക്ക്, ചൈനീസ് കൺസോർഷ്യത്തിന് സുരക്ഷാ അനുമതി നൽകാനാകില്ല. അവിടെ ഒരുപക്ഷെ ഒരു പ്രതിസന്ധിക്ക് പകരം അതൊരു ടേണിംഗ് പോയിന്റായി മാറുകയായിരുന്നു. സർക്കാർ അടുത്ത നടപടികളിലേക്ക് ചൈനീസ് കമ്പനി പോയാൽ അവിടെ ഈ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയില്ല. പുതിയ കമ്പനി വരണം, പുതിയ കരാർ വേണം, പുതിയ ടെൻഡർ വേണം. സർക്കാർ പുതിയ ടെൻഡർ വിളിച്ചു. ആ ടെൻഡർ നടപടികളിലേക്ക് സർക്കാർ കടന്നത് ഒരു ആഗോള നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു. അവിടെ ആ നിക്ഷേപക സംഗമത്തിലൂടെ പുതിയ കരാറുകാർ ലാൻകോ കൊണ്ടപ്പള്ളി എന്ന ഹൈദരാബാദ് കമ്പനി അങ്ങനെയാണ് ഈ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. ലാൻകോ കൊണ്ടപ്പള്ളിയുടെ കരാറുമായി ബന്ധപ്പെട്ടവർ പ്രാഥമിക പ്രവർത്തകർ മുന്നോട്ട് പോയി. അതിനിടെ അവിടെയും തടസ്സങ്ങൾ ഉണ്ടായി. ലാൻകോ കൊണ്ടപ്പള്ളിക്കെതിരെ സൂം ഡെവലപ്പേഴ്സ് എന്ന ഇതേ ടെൻഡറിൽ പങ്കെടുത്ത മറ്റൊരു കമ്പനി കോടതിയെ സമീപിക്കുന്നു. നീണ്ട നിയമയുദ്ധങ്ങൾ, നിയമ തടസ്സങ്ങൾ. അങ്ങനെ ഒടുവിൽ ഈ കരാറിൽ നിന്ന് പിന്മാറി നിരാശരായി തന്നെ ലാൻകോ കൊണ്ടപ്പള്ളി വിഴിഞ്ഞം തീരം വിടുന്നു. അവിടെ വീണ്ടും അനിശ്ചിതത്വത്തിന്റെ തിരമാലകളാണ് വിഴിഞ്ഞത്തെ മൂടാനെത്തിയത്. അവിടെയും തടസ്സങ്ങൾ തുടർച്ചയായി വന്നു. VS സർക്കാരിനും പ്രതീക്ഷിച്ച പോലെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങൾ അവിടെ ഉയർന്നു. 2011 വീണ്ടും എത്തുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. അപ്പോഴേക്കും വിഴിഞ്ഞം നടപ്പാക്കിയേ മതിയാകൂ എന്നൊരു തീരുമാനം സർക്കാർ തലത്തിൽ വലിയൊരു ജനങ്ങളുടെ സമ്മർദ്ദമായി കൂടി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെയാണ് വീണ്ടും പുതിയ കരാറുമായി ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നത്. അതിന്റെ ഇടപെടൽ നടത്തിയ KV തോമസ്, അന്ന് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാന നേതാവായിരുന്നു. അന്ന് അദ്ദേഹം കേന്ദ്ര മന്ത്രിയുമൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹവും അദാനിയുമായും ഗൗതം അദാനിയുമായുള്ള അടുപ്പം, വ്യക്തിബന്ധം, അത് ഈ തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ തുറമുഖ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒന്നാണ്. അദാനിയുമായും അദാനി ഇവിടെ നിന്ന് ഈ ഉമ്മൻചാണ്ടിയുമായി കരാർ ഒപ്പിടാനൊക്കെ അല്ലെങ്കിൽ സർക്കാരുമായി ചർച്ചകൾ നടത്തുന്നെങ്കിൽ പോലും അവർക്ക് സർക്കാരിന് കൈകൊടുക്കാൻ അക്ഷരാർത്ഥത്തിൽ ഭയമായിരുന്നു. നമുക്കറിയാം, കേരളത്തെ പറ്റി ഏതാനും വർഷങ്ങൾ വരെയുള്ള ഒരു പൊതുചിത്രം, ഒന്നും നടക്കാത്ത നാട്, വികസനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാട്, തൊഴിലാളി സമരങ്ങളുടെ നാട്. ആ നാട്ടിൽ വന്ന് ഇത്ര വലിയൊരു നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പ് ശങ്കിച്ചു എന്നുള്ളത് വസ്തുതയാണ്. KV തോമസ് കഴിഞ്ഞ ദിവസം അദ്ദേഹം എഴുതിയതുപോലെ അദ്ദേഹം അദാനിയുമായി സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളി പ്രശ്നങ്ങളും ട്രേഡ് യൂണിയൻ സംസ്കാരവും ഒക്കെ ചൂണ്ടിക്കാട്ടി ഇവിടെ നിന്ന് വരുന്നതിലുള്ള ആശങ്കകൾ അദാനി KV തോമസിനെ അറിയിച്ചു. അപ്പോൾ ഒരു തവണ മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ KV തോമസിന്റെ കൂടി അഭ്യർത്ഥന മാനിച്ച് ഉമ്മൻചാണ്ടിയും ഗൗതം അദാനിയും കൂടിക്കാഴ്ച നടത്തുന്നു. അന്ന് KV തോമസിന്റെ ഡൽഹിയിലെ വസതിയിലായിരുന്നു ആ കൂടിക്കാഴ്ച. അവിടെ മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക്, വളരെ പോസിറ്റീവായ ടേണിംഗ് പോയിന്റിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുകയായിരുന്നു. അതിനുശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും മറികടക്കാനുള്ള പിന്തുണ ഉണ്ടാകുമെന്ന ഉറപ്പ് കേരള സർക്കാരിൽ നിന്ന് അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നത്. അതിനുശേഷമുള്ള ചർച്ചകൾ കുറച്ച് വേഗത്തിലായിരുന്നു, വളരെ വേഗത്തിലായിരുന്നു, ഒരുപക്ഷെ വളരെ പോസിറ്റീവായിരുന്നു. 2015 ഡിസംബർ 15 അദാനി കമ്പനിയും കേരള സർക്കാരുമായി ഉമ്മൻചാണ്ടിയുമായി കരാർ ഒപ്പിടുന്നു. വളരെ വലിയ ആവേശത്തോടുകൂടി, പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നതിലൊക്കെ അപ്പുറത്ത് ആവേശത്തോടെ കേരളം കാത്തിരുന്ന നിമിഷമാണ്. വലിയ ആഘോഷത്തോടുകൂടി ആ കരാർ ഒപ്പിടുന്നു. അതായത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമെന്ന ബോധ്യം ഒന്നുകൂടി ജനങ്ങളുടെ മനസ്സിൽ, സർക്കാരിന്റെ മനസ്സിൽ ഉണ്ടാകുന്നു. ആ കരാറിലും അവിടെയും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ആ കരാറിനെ ചൊല്ലിയും വലിയ തർക്കങ്ങൾ. അത് കേരളത്തെ വിൽക്കാനുള്ള കരാറാണ്, കേരളത്തിൽ നഷ്ടങ്ങളുണ്ടാക്കുന്ന അഴിമതി കരാറാണെന്ന വിമർശനവുമായി ഇന്നത്തെ ഭരണപക്ഷം, അന്നത്തെ പ്രതിപക്ഷം രംഗത്ത് വന്നു. അവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി. ആ സമയം സർക്കാർ വീണ്ടും മാറുന്നു. 2016 പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, ആദ്യ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. അവിടെയാണ് ഈ നേരത്തെ ഈ കരാറിനെ എതിർത്ത, അല്ലെങ്കിൽ കരാറിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ച ഇടതുപക്ഷം കരാറിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്നൊരു നിലപാടെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം പല നേതാക്കളും ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പിണറായി വല്ലാതെ ഒരു താല്പര്യം ആ വിഷയത്തിൽ എടുത്തു എന്നത് ഒരു വസ്തുതയാണ്. ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ചത്, MV രാഘവൻ ആഗ്രഹിച്ചത്, പിന്നീട് പൂർത്തിയാക്കാനുള്ള നിയോഗം പിണറായി വിജയനായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപക്ഷെ അതുവരെ ഉണ്ടാകാത്തത്ര പ്രതിസന്ധികൾ പിണറായി സർക്കാരിനും നേരിടേണ്ടി വന്നു എന്നതുകൂടി വസ്തുതയാണ്. ഈ പിണറായി സർക്കാർ ഈ കരാറിൽ മാറ്റങ്ങൾ വരുത്തി, നിർണായകമായ മാറ്റങ്ങൾ വരുത്തി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി മാറിയ, ലോകത്തെ സ്തംഭിപ്പിച്ച കോവിഡ്
വരുന്നത്. അതിനു മുമ്പ് തന്നെ ഓഖി ചുഴലിക്കാറ്റ് ഈ പ്രകൃതി വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന പോലെ കേൾക്കുന്നത് പോലെ പ്രകൃതിദത്ത തുറമുഖമാണ്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച പ്രദേശമാണ് വിഴിഞ്ഞം. മറ്റു തുറമുഖങ്ങൾക്കും ഇല്ലാത്ത തരത്തിലുള്ള പ്രത്യേകതകൾ നൽകുന്നത് അതിന്റെ ആഴം തന്നെയാണ്, ഈ തീരത്തുള്ള ആഴം തന്നെയാണ്. പക്ഷേ അങ്ങനെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച തുറമുഖത്തിന് പ്രകൃതി തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി മാറി നമ്മൾ കണ്ടു. ഈ തീരത്തെ കേരള തീരത്തെയും കന്യാകുമാരി തീരത്തെയും ഒക്കെ വിറങ്ങലിപ്പിച്ച ഓഖി ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു കേരളത്തിലും ഈ വിഴിഞ്ഞം തീരത്തും. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം, ഈ തിരമാലകളെ നിയന്ത്രിക്കാനുള്ള പുലിമുട്ടുകൾ, വലിയ രീതിയിൽ കല്ലുകൾ, പാറക്കല്ലുകളും ഒക്കെ ഇവിടെ സർക്കാർ ആ ഘട്ടത്തിൽ തന്നെ പാകിയിരുന്നു. പക്ഷേ അതിനെല്ലാം ഈ തീരത്തെ വീശിയടിച്ച ഓഖി ചുഴലിക്കാറ്റ് പുലിമുട്ടുകൾ നശിപ്പിച്ചു. ഈ പാറക്കല്ലുകളൊക്കെ കടലെടുത്തുപോയി. അങ്ങനെ അവിടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വിഴിഞ്ഞം മാറുന്നു. വലിയ കോടിക്കണക്കിന് രൂപ കടലിൽ കലക്കിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനുശേഷം വീണ്ടും അത് മറികടന്നുകൊണ്ട് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അപ്പോഴും പ്രതിസന്ധികൾ അവസാനിച്ചില്ല. ഈ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ കോവിഡ് വീണ്ടും ലോകത്തെ ഒന്നാകെ സ്തംഭിപ്പിച്ച കോവിഡ് വിഴിഞ്ഞം നിർമ്മാണ പ്രവർത്തനങ്ങളെയും സ്തംഭിപ്പിച്ചു. അതിന്റെ പേരിൽ മാസങ്ങളോളം നിർമ്മാണം നടക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നും പതിയെ തല ഉയർത്തി വരുമ്പോഴാണ് വീണ്ടും സമരം, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ശക്തമായ സംഘടിതമായ ഒരു സമരമായി വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം മാറി. വലിയ പിന്തുണ അതിന് ഇന്നത്തെയും പ്രതിപക്ഷമായ UDF-ൽ നിന്ന് കിട്ടി. ദിവസങ്ങളോളം ഈ പ്രദേശം, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തുൾപ്പെടെ നമ്മുടെ ക്യാമറാമാൻ അരുൺ പാലോടും ഡാൻ കുര്യനും ഒക്കെ പലരും പല ദിവസങ്ങളിലും ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പൂർണ്ണ സമയം ഈ തുറമുഖ പ്രദേശത്ത്, ഈ സമരപ്രദേശത്ത് ചെലവഴിക്കാൻ മാധ്യമങ്ങൾക്ക് കൂടി നിർബന്ധിതമായ ഒരു സാഹചര്യം. അക്ഷരാർത്ഥത്തിൽ സംഘർഷാത്മകമായ അന്തരീക്ഷം ഏതാണ്ട് 80 ദിവസത്തോളം ആ സമരം തുടർന്നു. ആ സമരം അവസാനം അത് അർഹിച്ച ഒരു പര്യവസാനത്തിലേക്ക് എത്തി. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്ക് സമരക്കാർ മാർച്ച് ചെയ്യുന്നു, ആക്രമിക്കുന്നു. അതോടുകൂടി സർക്കാർ രണ്ടും കൽപ്പിച്ച് സമരത്തെ അടിച്ചമർത്തുന്നു. പിന്നീട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ ബോധ്യപ്പെടുത്തത്, ഈ നാട്ടുകാരെ സർക്കാർ ബോധ്യപ്പെടുത്തത് വിഴിഞ്ഞം വരുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഈ നാട്ടുകാർക്കാണ്, തദ്ദേശീയർക്കാണ്. അവിടെ ഈ മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാൻ സർക്കാർ കഴിയുന്നതോടുകൂടി വിഴിഞ്ഞത്തിന്റെ മുഖം മാറുകയായിരുന്നു. വിഴിഞ്ഞത്തെ ഈ പ്രകൃതി തന്നെ മാറുകയായിരുന്നു. അവിടെ